ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഡെക്കോർ നോക്കിയാലോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 A4 ഷീറ്റും അല്ലാതെ ഒരു കളർ ചാർട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം രീതിയിൽ ഒരു റെക്റ്റാങ്കുലർ സെയിം ഷേപ്പിൽ രണ്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ 2 പേപ്പേഴ്സ്, അത് ഒരുപാട് പേപ്പേഴ്സ് വേണം, ഒരു 7-10 പേപ്പേഴ്സ് എടുത്തോളൂ. ഇത് സെയിം ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ സി ഷേപ്പ് എടുത്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രൊട്രാക്ടറിൻ്റെ ഹെൽപ്പൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഒരു സിമ്പിൾ സി ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ ഓരോ ഈ സി ഷേപ്പും വൈറ്റ് ചാർട്ട് പേപ്പർ അത് തമ്മിൽ ഈ സി ഷേപ്പ് വെച്ച് കട്ട് ചെയ്തിട്ടുള്ളത് തമ്മിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഈ സി ഷേപ്പ് പോലെ കട്ട് ചെയ്തെടുത്തതിന് നമ്മൾ തമ്മിൽ എല്ലാം മിക്സഡ് ആയിട്ട് ഗ്രീൻ കളർ വൈറ്റ് കളർ എന്ന തരത്തിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചെറിയൊരു ഹാങ്ങിങ്ങിന് വേണ്ടി ഒരു ത്രെഡ് വെച്ച് കൊടുക്കണം. ഇവിടെ ഞാൻ ഗോൾഡൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് മേലെ താഴെ എന്ന രീതിക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഗം ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് ലാസ്റ്റ് നമുക്കൊരു പർട്ടിക്കുലർ ഷേപ്പായിട്ട് ഒരു ബെൽ ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഇതാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് മേലെ താഴെയായിട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഞാൻ ത്രെഡ് വെച്ചെന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് ത്രെഡ് വെച്ചത്. അത് മിഡിൽ പോർഷനായിട്ടാണ് ത്രെഡ് വെച്ചത്. എന്നിട്ടാണ് ഞാൻ മേലെ താഴെയായിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഇതാണ്. നല്ല ഭംഗിയുള്ള ഒരു ചെറിയൊരു ബെല്ലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വലിയ ക്രിസ്മസ് ട്രീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതിൽ